BJP നേതാവായ കരമന ജയൻ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ കരമന ജയൻ, രക്തസാക്ഷി ഫണ്ട് ഏത് രീതിയിലാണ് CPM തട്ടിപ്പ് നടത്തിയത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് പുറത്തു പറഞ്ഞ നമ്മുടെ തിരുവനന്തപുരം വഞ്ചിയൂരിലെ വിഷ്ണുവിന്റെ സഹോദരൻ വിനോദിനെതിരെ ഇപ്പോൾ CPMന്റെ വധഭീഷണി വന്നിരിക്കുകയാണ്. അതും ഈ വധഭീഷണി നടത്തിയിരിക്കുന്നത് നേരത്തെ RSS പ്രവർത്തകൻ മണ്ണന്തല രഞ്ജിത്തിനെ കൊന്ന കേസിലെ പ്രതിയായ വെള്ളിനാരായണന്റെ ഭാഗത്തു നിന്നാണ്. വെള്ളിനാരായണൻ ഒളിവിൽ എന്നാണ് പോലീസ് ഭാഷ്യം. പക്ഷേ എത്രത്തോളം ധിക്കാരപരമായിട്ടാണ് ഇത്തരത്തിൽ ഈ വാർത്ത പുറത്തുവിട്ട് അല്ലെങ്കിൽ ഈ വെളിപ്പെടുത്തൽ നടത്തിയ വിനോദിനെ കൊല്ലും, വകവരുത്തും എന്നൊക്കെ ഇയാൾ ഒരു വീഡിയോ സന്ദേശത്തിലൂടെ പുറത്തുവിടുന്നു എന്നുള്ളതാണ്. പോലീസ് ഇവിടെ വെറും നോക്കുകുത്തിയാകുന്ന കാഴ്ചയാണ് തുടർന്ന് അങ്ങോട്ടും കാണാൻ കഴിയുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു? ഈ വധഭീഷണി എന്ന് പറയുന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം പുത്തരിയൊന്നുമല്ല. കൊല്ലും, കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞ ഒരു വാക്കുകൾ CPMനെ സംബന്ധിച്ചിടത്തോളം CPMന്റെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി കേരളത്തിൽ പറഞ്ഞു കേൾക്കുന്ന ഭീഷണിയുടെ സ്വരമാണ്. ഈ സ്വരം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊരു പുത്തരിയായിട്ട് കാണുന്നില്ല. പക്ഷേ ഇതിവിടെ ന്യായവും നീതിയും ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് ശക്തമായ നിലപാട് പോലീസ് എടുക്കണം. പോലീസ് ചില ഏകപക്ഷീയമായ കാര്യങ്ങൾക്ക് മാത്രം എടുക്കുന്ന ഈ രീതി തീർച്ചയായിട്ടും ഇവിടെ ക്രമസമാധാനത്തിന് വളരെ ഭംഗം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. CPMന്റെ ഇത്തരം ക്രൂരമായ നടപടികൾക്കെതിരെ കേരളത്തിന്റെ പോലീസ് അനങ്ങാപ്പാറ നയം സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോഴും മുമ്പോട്ട് പോകുന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ഈ പറയുന്ന ഭീഷണി മുഴക്കിയ ആളിനെ ഇപ്പോഴും ഒളിവിൽ എന്ന് പറഞ്ഞ് കേസ് എഴുതി തള്ളാൻ ശ്രമിക്കുന്നത്.